നമസ്കാരം. N4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് ഗുരുവായൂർ GUP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. കാറും ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച പുലർച്ചെ ദേശീയപാത 3 പീടികയിലായിരുന്നു അപകടം. സീലിംഗ് തകർന്ന സംഭവത്തിൽ അന്വേഷണം നടത്താൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ. മുല്ലശ്ശേരി കനാലിന്റെ ആഴം കൂട്ടൽ തുടങ്ങി. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കനാലിന്റെ ആഴം കൂട്ടുന്നത്. സീക്രട്ട് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2025-26 അധ്യയന വർഷത്തെ അധ്യാപക രക്ഷാകർതൃ സമ്മേളനം നടത്തി. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സണെ റോഡിൽ തടയുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണൻ. വിശദമായ വാർത്തയിലേക്ക്. കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് ഗുരുവായൂർ GUP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. പൊള്ളാച്ചിയിൽ വെച്ചായിരുന്നു അപകടം. ഗുരുവായൂർ മാവിൻചുവട് താമസിക്കുന്ന കാസർഗോഡ് സ്വദേശി സാബറിന്റെ മകൾ സിയ ഫാത്തിമയാണ് ഇന്ന് പുലർച്ചെ മരിച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ കൊക്കയിലേക്ക് മറിയുകയായിരുന്നു എന്ന് യാത്രക്കാർ പറഞ്ഞു. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന 5 പേർക്ക് പരിക്കേറ്റു. സാബിർ, ഭാര്യ ബുഷറ, മകൻ മുഹമ്മദ് സയാൻ, സഹോദരൻ കബീർ, ബന്ധു ഷഹനാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മാവിൻചുവടുള്ള ബേക്കറിയിലാണ് 2 വർഷമായി സാബിർ ജോലി ചെയ്യുന്നത്. കാറും ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച പുലർച്ചെ ദേശീയപാത 3 പീടികയിലായിരുന്നു അപകടം. കാർ ഡ്രൈവർ ചാവക്കാട് അകലാട് സ്വദേശി വെണ്ടാട്ടിൽ റഫീഖ്, മണത്തല സ്വദേശി റജബ് മൻസിലിൽ ഫർഹാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ 3 പീടികയിലെ ഫസ്റ്റ് എയ്ഡ് ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ചാവക്കാട്ടേക്ക് പോയിരുന്ന കാറും സവാള കയറ്റി എറണാകുളം ഭാഗത്തേക്ക് പോയിരുന്ന ചരക്ക് ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് തകർന്ന സംഭവത്തിൽ അന്വേഷണം നടത്താൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ. പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിൽ തീരുമാനമായതായും അദ്ദേഹം പറഞ്ഞു. സീലിംഗ് തകർന്നതിലുണ്ടായ നഷ്ടം കരാർ കമ്പനിയിൽ നിന്ന് ഈടാക്കാനും തീരുമാനമായി. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള താലൂക്ക് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡ് ബ്ലോക്ക് പഞ്ചായത്തിന് കൈമാറുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടും. കഴിഞ്ഞ ദിവസമാണ് ഐസൊലേഷൻ വാർഡിന്റെ മുൻവശത്തെ സീലിംഗ് കാറ്റിൽ വീണതെന്നും വാർഡിൽ നടക്കുന്ന വൈദ്യുതീകരണത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെയാണ് ഇത് സംഭവിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ചെറിയ തോതിലുള്ള പോരായ്മകൾ വലുതാക്കി ജില്ലയിലെ തന്നെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് ആശുപത്രിയെ മോശമായി ചിത്രീകരിക്കാനും സർക്കാർ ആശുപത്രികളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ഇല്ലാതാക്കി സ്വകാര്യ ആശുപത്രികൾക്ക് നേട്ടമുണ്ടാക്കാനുമാണ് ചിലർ ശ്രമിക്കുന്നതെന്നും KM ചന്ദ്രൻ പറഞ്ഞു. മുല്ലശ്ശേരി കനാലിന്റെ ആഴം കൂട്ടൽ തുടങ്ങി. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കനാലിന്റെ ആഴം കൂട്ടുന്നത്. കഴിഞ്ഞ വേനലിലെ കൃഷി സീസണിൽ തുടങ്ങിയ ആഴം കൂട്ടൽ വെള്ളം കലങ്ങുന്നതുമൂലം കർഷകരുടെയും കുടിവെള്ള പദ്ധതി നടത്തിപ്പുകാരുടെയും പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്നു. ഇപ്പോഴാണ് വീണ്ടും തുടങ്ങിയത്. RKI പദ്ധതിയിൽ 87 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത്. ചാത്തൻകോൾ മുതൽ ചെമ്മീൻചാൽ വലതുകര വരെ കഴിഞ്ഞ സീസണിൽ ആഴം കൂട്ടാത്ത പ്രദേശങ്ങളിലാണ് 3 യന്ത്രങ്ങൾ എത്തിച്ച് ആഴം കൂട്ടുന്നത്. പതിയാർ കുളങ്ങരയ്ക്ക് സമീപം മുല്ലശ്ശേരി കനാൽ ആഴം കൂട്ടിയതുമൂലം കാര്യമായ വെള്ളക്കെട്ട് ഇത്തവണ ഉണ്ടായില്ല. ആഴം കൂട്ടുന്നതോടെ വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുതൽ സുഗമമാകുമെന്നാണ് പ്രതീക്ഷ. വേനലിൽ കൃഷിക്കായി ഡാമുകളിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടാൽ പെട്ടെന്ന് പാടശേഖരങ്ങളിൽ എത്താനും ആഴം കൂട്ടൽ സഹായകരമാകും. KLDCയുടെ നേതൃത്വത്തിലാണ് ആഴം കൂട്ടൽ നടത്തുന്നത്. സീക്രട്ട് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2025-26 അധ്യയന വർഷത്തെ അധ്യാപക രക്ഷാകർതൃ സമ്മേളനം നടത്തി.
ചാലക്കുടി എക്സൈസ് റേഞ്ച് ഓഫീസർ കെ രാജു ഉദ്ഘാടനം ചെയ്തു. പഠനത്തിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങളെയും നേട്ടങ്ങളെയും അദ്ദേഹം പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തു. PTA പ്രസിഡന്റ് ലിജോ കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു. PTA സെക്രട്ടറി ജിൻസി കെ ജോസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രമുഖ സൈക്കോളജിസ്റ്റും കൌൺസിലറുമായ ജോസ് തച്ചിൽ മാതാപിതാക്കൾ അറിയാൻ എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് നയിച്ചു. പ്രിൻസിപ്പാൾ സിസ്റ്റർ സോഫിയ ജോസഫ്, ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ജോസ്ലിൻ, വാർഡ് കൌൺസിലർ നിത പോൾ, അധ്യാപക പ്രതിനിധികളായ സിസ്റ്റർ റിൻസ, സിസ്റ്റർ നോബിൾ ജീസ്, രമ്യ പി കുര്യൻ, സുമി ഡേവിസ് എന്നിവർ പ്രസംഗിച്ചു. ഇതായിരുന്നു 2025 ലോക ലഹരി സന്ദേശം. ലോകം മുഴുവൻ ഈ സന്ദേശത്തിൽ ഉയർന്ന നിരവധി പരിപാടികൾ ആസ്വദിക്കുക. ആസൂത്രണം ചെയ്തത് നമ്മളെ ഏകദേശം 500ഓളം രക്ഷിതാക്കൾ. കൊടുങ്ങല്ലൂരിൽ ഇടതുപക്ഷത്തിന്റെ ജനദ്രോഹ നടപടികൾ തുടർന്നാൽ നഗരസഭാ ചെയർപേഴ്സണെ റോഡിൽ തടയുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ വികസന മുരടിപ്പിൽ പ്രതിഷേധിച്ച് BJP നടത്തിയ നഗരസഭാ ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. CPM പിറകിലുണ്ടെന്ന ധാരണയിൽ മുന്നോട്ടു പോയാൽ BJP ശക്തമായി പ്രതികരിക്കുമെന്നും B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ചന്തപ്പുരയിൽ നിന്നും ആരംഭിച്ച മാർച്ച് വടക്കേ നടയിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രവർത്തകരും പോലീസും തമ്മിൽ ബാരിക്കേഡിനപ്പുറവും ഇപ്പുറവുമായി അല്പനേരം ബലപ്രയോഗം നടത്തിയെങ്കിലും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ് അധ്യക്ഷത വഹിച്ചു. സൌത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റുമാരായ KA സുരേഷ്, PS അനിൽകുമാർ, ട്രഷറർ KR വിദ്യാസാഗർ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, ഏരിയ പ്രസിഡന്റുമാരായ അജിത് ബാബു, KS സുരേഷ്, പരമേശ്വരൻകുട്ടി, ON ജയദേവൻ, TJ ജെമി, IS മനോജ് എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 20 രൂപ കൂടി ഗ്രാമിന് 9,020 രൂപ, പവന് 72,160 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് ഗുരുവായൂർ GUP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. കാറും ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച പുലർച്ചെ ദേശീയപാത 3 പീടികയിലായിരുന്നു അപകടം. സീലിംഗ് തകർന്ന സംഭവത്തിൽ അന്വേഷണം നടത്താൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ. മുല്ലശ്ശേരി കനാലിന്റെ ആഴം കൂട്ടൽ തുടങ്ങി. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കനാലിന്റെ ആഴം കൂട്ടുന്നത്. സീക്രട്ട് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2025-26 അധ്യയന വർഷത്തെ അധ്യാപക രക്ഷാകർതൃ സമ്മേളനം നടത്തി. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സണെ റോഡിൽ തടയുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.